ആയിക്കോട്ടെ, നിങ്ങൾ മുഖ്യമന്ത്രിയൊക്കെ ആയാൽ നിയമവും എല്ലാം നിങ്ങളെ കയ്യിലല്ലേ. സാധുക്കൾ ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾ പള്ളി പൊളിക്കുന്നതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങളെ കെട്ടിയിട്ട് നിങ്ങൾ കൊന്നുകളയും. പക്ഷേ വളരെ വിനയത്തോടെ സങ്കടത്തോടെ ഒരു അഭ്യർത്ഥന ഉണ്ട്. പ്രഭാത സമയത്ത് മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഉണ്ട്, സുബഹി നിസ്കാരം എന്ന അതിന്റെ പേര്. ഏകദേശം 4:55 ആ പ്രാർത്ഥനാ സമയം. ആ സമയത്ത് ദയവീത് നിങ്ങൾ വന്ന് പൊളിക്കരുത്, കാരണം അതിൻ്റെ അകത്ത് കുറേ സാധുക്കൾ ഉണ്ടാവും. അതുപോലെ ഉച്ച സമയത്ത് ഒരു പ്രാർത്ഥന ഉണ്ട്, ളുഹർ നിസ്കാരം എന്ന അതിന്റെ പേര്, 12:30 മണിക്ക്. അതുപോലെ വൈകുന്നേരം പ്രാർത്ഥന ഉണ്ട്. പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് മഗ്രിബ് നിസ്കാരം എന്നാണ് ആ പ്രാർത്ഥനന്റെ പേര്. 6:40 കൂടെ ആ പ്രാർത്ഥന ആരംഭിക്കും. ഒരുപാട് ആളുകൾ പള്ളിയിൽ കൂടുന്ന സമയമാണ്. കുറച്ചുകൂടി രാത്രിയായാൽ ഇശാ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന ഉണ്ട്, അപ്പോഴും ധാരാളം ആളുകൾ ഉണ്ടാവും. വെള്ളിയാഴ്ച ഉച്ചക്ക് നല്ല ആളുകളുണ്ടാവും, ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. ദയവ് ചെയ്ത് ആ സമയത്തൊന്നും വന്ന് പൊളിക്കരുത്. കുറേ ആളുകൾ അങ്ങ് മരിച്ചു പോകും, അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകും. അതുകൊണ്ട് ആ സമയമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതൊന്ന് ശ്രദ്ധിക്കണമെന്നത് ഒരു എളിയ അഭ്യർത്ഥനയാണ്. എന്തായാലും മുസ്ലിമീങ്ങളെ കൊണ്ട് നിങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ, വലിയ സന്തോഷം. മുസ്ലിമീങ്ങളെ എത്രത്തോളം ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, എത്രത്തോളം ആക്ഷേപിക്കുന്നുണ്ടോ, അവർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നു, അവർക്ക് ജീവിക്കാനുള്ള വഴിയൊരുങ്ങുന്നു. മുസ്ലിമീങ്ങളെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം കണ്ടെത്തുന്നു എന്നത്, ഈ വിഭാഗം കണ്ടെത്തുന്നു എന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നടക്കട്ടെ എന്നേ. എന്തായാലും ഞങ്ങളെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, ഇവിടെ അമ്പലങ്ങൾക്കൊരു കേടുപാടുമില്ലാതെ വളരെ സന്തോഷകരമായി അത് മുന്നോട്ട് പോകട്ടെ. ഹൈന്ദവ വിശ്വാസികൾക്ക് അതിൻ്റെ അകത്ത് പോയി പ്രാർത്ഥിക്കാനുള്ള ഈ വലിയ സ്വാതന്ത്ര്യം എന്നും നിലനിൽക്കട്ടെ. അമ്പലങ്ങൾ കേടുപാടില്ലാതെ സുരക്ഷിതമായി നിലനിൽക്കട്ടെ എന്നേ ഞങ്ങൾക്ക് പ്രാർത്ഥനയുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളല്ലേ ആളുകൾ, നിങ്ങളല്ലേ ഭരണാധികാരികൾ. നടക്കട്ടെ.